ഇയാളൊരു മന്ത്രവാദിയായിരുന്നു. ഇയാളെ കൊല്ലാൻ വേണ്ടി പണ്ട് ബ്രിട്ടീഷുകാർ ഇയാളെ ഒരു ബോട്ടിൽ കയറ്റി കൊണ്ടുപോയി. രാമന്തുരത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു കറ്റില പോടെന്ന് പറയുമ്പോൾ മുകളിലിരുന്ന ആളൊരു വെട്ടു കൊടുക്കണം. ഇയാൾ പുറത്തേക്ക് തലയിട്ടപ്പോൾ ആ കാട്ടിലോട്ട് ചെല്ലാൻ നേരത്ത് ഞാൻ വീശി 3 വല വീശിയപ്പോൾ എൻ്റെ കുഞ്ഞ് പറയുന്നുണ്ട്, അമ്മച്ചി ഒരാൾ വന്നുണ്ട്. ഞാൻ പറഞ്ഞ് ശർമ്മല്ലനാണ്, മോനൊന്നും വിചാരിക്കേണ്ടത്, നേക്കുകയും വേണ്ട പേടിക്കുകയും വേണ്ട, അമ്മച്ചി മോനെ എടുത്തോളാം എന്നും പറഞ്ഞ് ഞാൻ ആ മോനെ എടുത്ത് തോളത്ത് വെച്ചിട്ടുണ്ട്. തോട് നീന്തി വല കൊണ്ട് മൂടി പുതപ്പിച്ച് മോനെ ഇട്ട് പോന്ന് വീട്ടിൽ കയറുന്നവരെ ചെറുമല്ലൻ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആളിപ്പോഴും ഉണ്ട്. അതിനെ പറ്റിയിട്ട് ഇപ്പോഴും രാമന്തുരത്തിൽ തന്നെ ഉണ്ട് ആൾ. അടിപിടി കൂടടാ, നട്ടം തിരിയടാ, പേടിച്ചോടടാ, തലകുത്തി വീഴടാ. അടിപിടി കൂടട, നട്ടം തിരിയട, പേടിച്ചോടട, തലകുത്തി വീഴട, മലക്കം മറിയട, കിറങ്ങി നടക്കട, പട 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 നെഞ്ചൊന്നടിയട, പിച്ചട മാന്തട ഉന്തട തള്ളട. മോനെ നീ തീർന്നടാ. എടപ്പയില് വഴി തീർന്നടാ. മുന്നോട്ട് പോട്ടേന്ന് എടക്കണ അപ്പ മുതലാളി അവന്റെ ഷമ്മിയുടെ ചിരിയും ഒരു മൊബൈലും വഴി തീർന്നെന്ന്. അയ്യോ വഴി തീർന്ന മുതലാളി, നമുക്ക് ഇറങ്ങി കിടന്നാലും അങ്ങോട്ട് എന്നാ ഇറങ്ങടാ. ആ മത്തിക്കമറന്തി മുതലാളി അവനിപ്പോ വരുമെന്ന് ക്ഷമിക്ക്. അവൻ കാരണം വഴിയും തെറ്റി ഏതെങ്കിലും പടല സൈക്കിൾ സ്കീക്കൊണ്ട് പോരും. അതല്ല അവന്റെ തൊഴില്. മുതലാളി അതെടുത്തോ, ഇതെടുത്തോ. നല്ല സാധനം. ഓ വന്നപ്പെട്ട എവിടെ പോയി കിടക്കണ കഥടാ. അല്ല സൈക്കിൾ റെഡിയാണ് മുതലാളി. ഇന്നെങ്കിൽ സൈക്കിള് ഞാൻ പണ്ട് ഒന്നുകൂടെ എനിക്ക് മുതലാളി. നമുക്ക് കലാവാസന. അല്ല മുതലാളി അങ്ങ് അങ്ങോട്ടോടെ പോണേ. ആശാന്റെ വീട്ടിൽ പോണ്ടേ? അങ്ങാട്ടല്ല മുതലാളി, ഇങ്ങോട്ടാണ്. ആശാന്റെ വീട് ഇവിടെയാണ്, ഇങ്ങോട്ട് വേ. അതാ എന്തൊക്കെ വൈലി അങ്ങോട്ട് പോണ ആശാനെ. ആശാനെ ഞാൻ പറഞ്ഞിട്ടില്ലേ ആൻ്റെ ഒപ്പം മുതലാളി പന്നി ഫാമൊക്കെയുള്ള ഈ പനമ്പാടെ മുളകുപാട് പന്നി ഫാമൊക്കെയുള്ള ആശോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മൾ നോയ ചെറിയ കിട്ടില്ലേ രാമന്തുരത്ത്, ആ സ്ഥലം നോക്കാൻ വേണ്ടിയാണ് ആൻ്റെ ഒപ്പം മുതലാളി വന്നേക്കണത്. നമുക്കൊന്ന് പോയാലാ? ഈ നട്ടുച്ചതൊന്നും നമ്മളൊന്നും പോകാൻ പാടില്ല. നാളെ പോകാം. അല്ല ആശാനെ സമയം കാലം നോക്കിയിട്ടൊന്നുമില്ല. ആൻ്റെ ഇപ്പം മുതലാളി പന്നി മുതലാളി ഒന്നും മിണ്ടാതിരിക്കണം മത്തി. ആ അല്ല ആശാനെ ഇന്ന് തന്നെ നമുക്ക് പോയിട്ട് വേണം അത് സെറ്റാക്കാൻ. ഇന്ന് നടക്കൊന്നുമില്ല. ഇങ്ങ് പോയിട്ട് നാളെ വാ. ആശാനെ പന്നിനെ വളർത്താൻ മാത്രല്ല കൊന്നു തൂക്കി നല്ല വിലക്ക് വിൽക്കാനും അറിയാന്ന് പറഞ്ഞു കൊടുക്കട വൈരി. അത്ര അടിയാൻ നിൽക്കാൻ പറടാ. ഞാൻ ഇപ്പൊ വരാം. ഈ സാധനമൊക്കെ വഞ്ചി കയറും. കുഴപ്പമില്ല ആശാനെ. അതെടുത്തു, ഇതെടുത്തു. എന്തിട്ടാടാ പിള്ളേരെ സൈക്കിളൊക്കെ വെറുതെ കൊടുക്കുക നീ? പൈലി നീ കയറണ ഞാൻ കയറണ?
ആദ്യം മുതലാളി ഞങ്ങൾ കാല് വെക്കുന്നേ. ആരും ഒരാൾ കയറുന്ന സൂക്ഷിച്ച് കയറും മുതലാളി കേട്ടാ. ഓ അടങ്ങിയിരിക്കാം. മലയാളിക്ക് എന്താ വഞ്ചിരിക്കാൻ പേടിയാണോ മലയാളി? പോയടാ പേടി. വലിച്ചത്തോടെ എന്നാശാനെ അടങ്ങിയിരിക്കണം മത്തി, ഞങ്ങളെ കൊല്ലോ. ഒന്നും മിണ്ടാണ്ട് വഞ്ചി മറിയോടെ. ആൾക്കാരോട് സ്നേഹൂലട്ടാ. ആടാ നിന്നെ എന്റെ മടിയിലിട്ട് ആട്ടാ ഞാൻ. ഒരു 2 കൊല്ലം മുമ്പ് അങ്കമാലിയിൽ നിന്ന് നസ്രാണി ചെങ്കിടി ഈ ചെറുനോക്കാൻ വേണ്ടി നന്നായിരുന്നു. അവർക്ക് എന്താ റിസോർട്ട് പണിയാനോ ബോട്ടിങ് വൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അന്നിവിടെ ചെറുനോക്കിന് ചെല്ലപ്പനായിരുന്നു. ചെല്ലപ്പൻ ഞാൻ കുറേ പറഞ്ഞാണ് റിസോർട്ട് പണിയും കണ്ടുവിട്ടാൻ പറഞ്ഞാൽ മുട്ടം പണി കിട്ടും ആരെയൊക്കെ. മടവെട്ടി താഴ്ത്തിക്കെട്ടി തുമ്പൊന്നതുയർത്തിക്കെട്ടി ചെന്തെങ്ങിൻ കൂമ്പിൻ വാറ്റും കൂറ്റനൊരു കണ്ടൽ കാറ്റും ചെത്തിപ്പൂ ചീറും നിണവും ചേറിൻ്റെ നെഞ്ചിൽ നനവും ചേരയവൻ കാവല്ലതിരിൽ കാലൊന്നു ചുഴറ്റിയുയർത്തി മല്ലനവൻ പായും ഉയിരിൽ ചെല്ലനിതാ പോവുകയായി. ഇത് ബയ്യേഴ്സിനെ പേടിപ്പിച്ച് ഓടിക്കണ പരിപാടിയല്ലേ? ഇത് കുറെ കണ്ടിട്ടുണ്ട്. കൊട്ടേഷൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. നമ്മളൊരു പട്ടി സീനാക്കൂല മലയാളി. ആരെങ്കിലും വന്നേക്കണ്ട ചീന്തിക്കളയുള്ളൂ. പൊന്നോ എന്റെ പൈര് ഇന്നലെ ജയിലിലേക്ക് കിട്ടും നമ്മളാ. മുതലാളി ഒന്ന് പേടിക്കാണ്ടിരിക്കും, നമുക്കിത് വാങ്ങാം. ചൊറിയോളെ പഠിക്കോളൂ. ഓ എന്ത് വെയിലാണ് ഉച്ചക്ക് തന്നെ അടിക്കണത്. ഇതുകൊണ്ട് വഴി തീർന്ന മണ്ടാരം. ആശാന എങ്ങാട് പോണു ഉച്ച സമയത്ത്? രാമകത്ത് ചെറുന്ന് കാണിക്കാൻ വേണ്ട എന്താ രക്ഷണ്ടടാ. ആ ഉച്ചക്കത്തൊക്കെയുള്ള നട്ടു ഉച്ചയാണ് ആശാനെ. കണ്ണിട്ടാ നോക്കിക്കോ ഇതുങ്ങളൊക്കെ. പിന്നെ
ആശാനെ ഒരു കട്ടൻ പിടി ഉണ്ടാവും കൊടുക്കാൻ തരാടൊന്നും പഞ്ചിട്ട് പോകുന്നത് വലിയ മയിലിടപാട് എന്തോന്നാണ് രാവിലെ വലിച്ചേറ്റ് അയ്യോ പണി പാളിയോ ഡും ആരോ കഥകൾ തട്ടി ഞാനൊന്ന് ഞെട്ടി വീണ്ടും തട്ടി ആരാ ഞാനാ അപ്പുറത്തെ വീട്ടിലെ ജമീലയുടെ മോള് ആഹാ ഇറങ്ങല്ലേ ഞാൻ രാമതുരത്ത് ഈ കാണുന്ന ചെറുതാതിരി നിങ്ങളെ 300 മീറ്റർ പടിഞ്ഞാട്ട് പോയാൽ കെട്ടായി വരിക്കറിയാല എന്നാൽ നിങ്ങൾ കിട്ടോ ഞാൻ ഉണ്ടാവും. കയ്യില് നീ ഇറങ്ങണ ഞാൻ ഇറങ്ങണം മുതലാളി അങ്ങ് ഐശ്വര്യമായിട്ട് ഇറങ്ങാ. നീ എങ്ങടെ ഇറങ്ങടാ ഞാനെങ്കിൽ ഞാൻ ഒന്ന് പിടിച്ചടാ ഇത് മൊത്തം ചെള്ളപ്പുറമുള്ളടാ. രാമന്തുരത്ത് എന്ന് പറഞ്ഞപ്പോ ഞാനെന്തോ ഭയങ്കര സംഭവം വിചാരിച്ചു. മുതലാളി ഇത് ചെറിയടാ അതിനാണ്. കുറച്ചങ്ങ് പോയേ മുതലാളി കണ്ടും തള്ളിക്കും. കണ്ടാ മതി കാണിക്കും. ഇത് പൈലിയാണ് പറയുന്നത്. കൂടിടിച്ചു പൊളിക്കോ. ഇത് മൊത്തം ഉപ്പുത്തേം കണ്ടല്ലാടാ. ഹിറ്റാച്ചിറക്കി വെളുപ്പിക്കണം. അല്ല മുതലാളി പന്നി പാമ്പടക്ക 2.5 ഏക്കർ. എടാ അതൊക്കെ ഉണ്ടാ നീ തന്നെ ഇത് എടാ നമ്മളെ ചെറായിലെ കരിമീൻ തങ്കിട്ട് പുള്ളിക്കൊരു കോളത്തിട്ടുണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ. മുതലാളി കയ്യിലെടുത്ത് എന്താ മുതലാളിയുടെ സകല ഉളത്തിരുന്ന ഞാനുണ്ട്. എന്നെ കൂട്ടാതെ മുതലാളി എപ്പോഴും ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോയത്. ഈടെ മാധവി ഇങ്ങനെ വന്നേരി എടാ തങ്കച്ചൻ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പിടിപാടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങേരിക്ക് എന്തോ ഒരെണ്ണം വന്ന് മുട്ടിയിട്ടുണ്ട് കോള്. അല്ല മുതലാളി ഈ തങ്കച്ചനെ നമ്പാൻ പറ്റും. എടാ പുള്ളിയുടെ സകല ഇടപാടും എനിക്കറിയാം. എനിക്കിട്ട് പണിതാ പുള്ളിക്കിട്ട് ഞാൻ പണിയൊന്ന് പുള്ളിക്കും അറിയാം. പിന്നെന്താണ് കഴിഞ്ഞ റിസപ്ഷനെ ആ ഈ തങ്കച്ചനും ഭാര്യ വന്ന് നമ്മുടെ കെട്ടി നല്ല പെടക്കണ കരിമീനാ കൊണ്ടുപോയത്. ഒരു നയാ പൈസ തന്നില്ല. എടാ പുള്ളിക്ക് കരിമീനോടുള്ള പ്രിയം നിനക്കറിയാവുന്നല്ലേ. ആ അതുകൊണ്ടല്ലേ പുള്ളിനെ കരിമീൻ തങ്കച്ചെന്ന് വിളിക്കണ. അതല്ലടാ വഴി തെറ്റിയാ ഇനി എങ്ങോട്ടാ പോണ്ട്? മുതലാളി ഇപ്പൊ വരം പിടിച്ച് അങ്ങനെ നടന്നാലേ കെട്ടായി. എന്നാ വാ നടക്ക്. ഇത്ര വേഗം വെള്ളി കേട്ടോ പന്നി മോലാളി എവിടെ പോയി കിടക്കണം? എന്തുവാടാ ഇത് എത്തണല്ലോ ഇത്? ഇതേ എത്തി മുതലാളി. എങ്ങനെയുണ്ട്? ആ അടിപൊളി. എടാ ഇതിന്റെ അതിരെവിടെയാണ്? ആ കാണുന്ന തെങ്ങും തോപ്പില്ലേ? ആ അവിടെ വരെ ഉണ്ട് മുതലാളി. ബ്യൂട്ടിഫുൾ പ്ലേസ്. എടാ കാണുന്ന പോലെയൊന്നുമല്ല, സംഭവം പൊളിയാണ് കാണാൻ. പക്ഷെ ഇതിന്റെ പുറയിലേ ആധാരം മുന്നാധാരം പിന്നാധാരം എന്നൊക്കെ പറഞ്ഞ് കുറെ നൂലാമാലകളുണ്ട്. അതൊക്കെ നീ തന്നെ ഏറ്റണം. അതെ മുതലാളി വിഷമിക്കുന്നേ ഈ പൈലില്ലേ നമ്മുടെ ജോസഫ് സാറില്ലേ വില്ലേജ് ഓഫീസിലാ? ഏതാ കഷണ്ടിയാ? അത് തന്നെ. ആ മൂപ്പരെ ഇപ്പൊ തന്നെ വിളിച്ചാൽ സെറ്റാക്കാം മുതലാളി. ഒന്നിപ്പോ തന്നെ വിളിക്കടാ, സമയം വേണ്ട. ജോസഫ് സാറേ ഫൈലിയാണേ. സാറ് തിരക്കിലാണ് സാറേ. ഞാനൊന്ന് പറഞ്ഞില്ല ഒരു കേസ് ആ രാമന്തിരത്തില ചെറിയം കിട്ടും. അതവിടെ ആൻറ്റിപ്പം മുതലാളിക്ക് ഒരു കണ്ണുണ്ട് കേട്ടാ. സാറെന്നത് സെറ്റാക്കി തരണം. ആ ആൻറ്റിപ്പം മുതലാളിന്നേ ആ പന്നി ഫാമൊക്കെയുള്ള പന്നി മുതലാളിയില്ലേ സാറേ? സാറേ വൈകിട്ട് കാണാട്ടെ. വൈകിട്ട് ആൻറ്റിപ്പം മുതലാളി എല്ലാം സെറ്റായിക്കോളൂന്നേ. നമുക്ക് വൈകിട്ട് കാണാം മുതലാളി. എല്ലാം ഓക്കെ എന്താ? അല്ലെങ്കിൽ നീ ഇത് സെറ്റാക്കുമെന്ന് നമുക്കറിയാം. സന്ധ്യക്കുമ്പേ വഞ്ചി പിടിക്കാൻ നോക്കാം. അല്ല വൈലി ആ മത്തീതോടെ പോയി കിടക്കും. അവൻ ഇറക്കി കഴിഞ്ഞില്ല ഇതുവരെ. ആശാനെ മോലാളെ കണ്ട
നീ എന്താ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നത്? കുറെ നേരമായി മുതലെല്ലാം മയിലെ നോക്കണേന്ന്. ഇവിടെ നിന്ന് അങ്ങാടല്ലേ പോയത്? നീ ആവശ്യം തന്നെ ചോദിക്കും. എവിടെ പോലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെയുള്ള വന്നെ പണ്ടാറങ്ങാട്ട്. മുതലാളി കോളടിച്ചല്ല. എന്താ ചൂട് വെച്ച് സ്ഥലം എടുത്ത് മറിച്ച് വെക്കാനല്ലേ? എനിക്കെല്ലാം തടയോ? നിന്നെ കൂട്ടിട്ടുള്ള കളിയുണ്ട് ഈ ആൻ്റപ്പണി. ഈ MP കളിച്ചിട്ടാണോ മൂന്നാർക്ക് പോവാൻ? എടാ ഒരു ഡൗട്ട്. ഈ ആശാനൊക്കെ മല്ലനും കാപ്പിരി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് പേടിപ്പിക്കാൻ നോക്കിയില്ല. അതൊക്കെ ഉള്ളതാണ്. മുതലാളി എൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പൊന്നു പൈലി, നിന്റെ പുറകിൽ ആരും ഇല്ല. ഇങ്ങോട്ട് വാ. പൈലി എടാ പൈലി പൈലേ എടാ കുഞ്ഞു കളിക്കാണ്ട് ഇങ്ങോട്ട് വാടാ. എവിട്ടീണവൻ? എടാ പൈലി അവിടെ പറഞ്ഞതാ മുതലാളി അവിടെ പോയി കിടക്കണേന്ന്. അയ്യോ എന്താണ് മുതലാളി? മുതലാളി എന്താണ്? ഞാൻ പറഞ്ഞു കിടക്കാം ഈ സമയത്തൊക്കെ വല്ലെന്ന്. പണി കിട്ടാൻ പറഞ്ഞു കിടക്കാം. എന്താണ് മുതലാളി? എന്താണ്? നീ സമാധാനപ്പെടും. ഇല്ല, എന്താണ് പറയുന്നത്? നീ പറഞ്ഞ കേൾക്കൂലേ? ആശാനൊന്ന് പറ. ആശാനെ കേരള ആരാന്ന് പറഞ്ഞിട്ട് ഒരു റോള് സീനാക്കിയുടെ ഒരു റോള്. ആരാ പന്നി മോനാണോ സീനാക്കിയത്? ഏത് പന്നിയാടാ? വാടാ പന്നി ഓച്ചക്ക്. ആരാ പന്നി? എവിടെടാ നീ? വാടാ. പടച്ചോലേ, അടിപിടി കൂടടാ, നട്ടം തിരിയടാ, പേടിച്ചോടടാ, അതെടുത്തോ ഇതെടുത്തോ എന്തെങ്കിലൊക്കെ എടുത്തോ, വഞ്ചിയെടുത്തോ. ചോടട തലകുത്തി വീഴട, മലക്കം മറിയട, കിറങ്ങി നടക്കട, പട 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 നെഞ്ചൊന്നടിക്കട, പിച്ചട മാന്തട ഉന്തട തള്ളട. മോനെ നീ തീർന്നടാ. നിന്നോടൊക്കെ പറഞ്ഞോളേ ഈ സമയത്ത് പറഞ്ഞോടാ. എന്തൊക്കെയായിരുന്നു? പന്നിപ്പാമ്പ്, റിസോർട്ട്, കരിമീനങ്ങച്ചൻ, വളിക്കട മൂട്. പൈലി ശവത്തെ കുത്തലടാ. മഴവെട്ടി താഴ്ത്തിക്കെട്ടി തൂമ്പുന്നത് ഉയർത്തിക്കെട്ടി ചെന്തെങ്ങിൻ കൂമ്പിൻ വാറ്റും കൂറ്റനൊരു കണ്ടൽ കാറ്റും